കൊല്ലം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ നാടകീയത. ആദ്യ റൗണ്ടിൽ UDF മേയർ സ്ഥാനാർത്ഥി AK ഹഫീസിനെ പിന്തുണച്ച SDP രണ്ടാം റൗണ്ടിൽ വിട്ടുനിന്നു. SDP പിന്തുണ സ്വീകരിച്ച് ജയിക്കുന്നവർ സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു പിന്മാറ്റം. AK ഹഫീസിന്റെ വീട്ടിലെത്തിയാണ് ഇന്നലെ SDP സംസ്ഥാന ജില്ലാ നേതാക്കൾ പരസ്യ പിന്തുണ അറിയിച്ചത്. ഇന്നലെ രാവിലെ മുതൽ കൊല്ലത്ത് UDFും അതുപോലെ തന്നെ SDP നേതാക്കന്മാരും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചു. AK ഹഫീസിന്റെ വീട്ടിലെത്തി SDP നേതാക്കന്മാർ നിരുപാധികമായിട്ടുള്ള പിന്തുണ അറിയിച്ചു. SDP സംസ്ഥാന ജില്ലാ നേതാക്കന്മാരാണ് AK ഹഫീസിന്റെ വീട്ടിലേക്ക് എത്തിയത്. അതിന്റെ ചിത്രങ്ങൾ അടക്കം ഇന്ന് രാവിലെ പുറത്തു വരികയും ചെയ്തു. കോർപ്പറേഷനിൽ 27 അംഗങ്ങളുടെ പിന്തുണയാണ് UDFിനുള്ളത്. എന്നാൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന സമയത്ത് AK ഹഫീസിന് 28 വോട്ടുകൾ ലഭിച്ചു. അതായത് SDP പിന്തുണ കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനുശേഷമാണ് BD സതീശൻ, പ്രതിപക്ഷ നേതാവ് BD സതീശന്റെ പ്രസ്താവന വരുന്നത്. ഇത്തരത്തിലുള്ള SDP അടക്കമുള്ള ആൾക്കാരുടെ വോട്ടുകൾ നേടി ചുമതലയേൽക്കുന്ന ജനപ്രതിനിധികൾ അവർ കൃത്യമായി ആ സ്ഥാനങ്ങൾ രാജിവെക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രഖ്യാപനം BD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞങ്ങൾ കൃത്യമായ ഡയറക്ഷൻ UDF യോഗം കൂടി പറഞ്ഞു. BJP, CPM, SDPI തുടങ്ങിയ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് കൃത്യമായി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പിന്തുണയിൽ ജയിച്ചു വന്നവർ അപ്പം രാജിവെച്ചോളൂ. രണ്ടാം റൗണ്ട് വോട്ടെടുപ്പാണ് ഏവരും ഉറ്റുനോക്കിയത്. SDP പിന്തുണ AK ഹഫീസ് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 27 പേരുടെ പിന്തുണ മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു SDP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കൂടി വന്നതോടുകൂടിയാണ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ ഇടപെട്ട് തന്നെ ആ SDP അംഗത്തെ മാറ്റിയതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.